video is not going to get views. Period. It's not. First 10 are not going to get views. I can very confidently say. ഒരാളും തന്നെ തൊടില്ല എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അയാൾ വരുന്നത്. ഒറ്റ മണിക്കൂർ കൊണ്ട് യൂട്യൂബ് അന്നേ വരെ കണ്ട റെക്കോർഡുകളെല്ലാം തകർത്തെറിയുന്നുണ്ട്. തനിക്കെതിരാളിയായി വന്നത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മിസ്റ്റർ ബീസ്റ്റ് എന്ന ആ യൂട്യൂബർ ഭയപ്പെടില്ലായിരുന്നു. പക്ഷേ വന്നത് മിസ്റ്റർ UCL ആയിരുന്നല്ലോ. അയാൾക്ക് മുന്നിൽ തലകുനിക്കാത്ത റെക്കോർഡുകളില്ല, അയാൾക്ക് തകർക്കുവാൻ കഴിയാത്ത റെക്കോർഡുകളുമില്ല. നിമിഷ നേരം കൊണ്ട് മില്യൺ മറികടന്ന് യൂട്യൂബിലെ സർവമാന പുരസ്കാരങ്ങളും വീട്ടിലേക്ക് ഒഴുകിയെത്തും. പലരും ഇന്ന് അയാളെ വിമർശിക്കുന്നുണ്ട്, യൂട്യൂബർ റൊണാൾഡോ എന്ന്. എന്നാൽ അതിനെല്ലാം കാരണം അയാൾക്ക് ലഭിച്ച ഈ വലിയ സ്വീകാര്യതയും സപ്പോർട്ടിനുള്ള അസൂയ കൊണ്ട് മാത്രമാണ്. ഫുട്ബോളിൽ കുറച്ചേറെ നാളുകളായി അയാൾ വിമർശിക്കപ്പെടുന്നുണ്ട്. അതിനും വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഈ വയസ്സിലും ഫിറ്റ്നസ് നിലനിർത്തി ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇന്നും നിലയ്ക്കാത്ത കാലുകളായി അയാൾ വിരാജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അസൂയ നിറഞ്ഞ ആളുകൾ അയാളെ വിമർശിക്കുന്നത്. റൊണാൾഡോ തീർന്നുവെന്നും ഗോളടിക്കുവാൻ സാധിക്കില്ല എന്നും പഴയ ആ പോരാട്ട വീര്യമെല്ലാം ഇന്നില്ല എന്നും വേൾഡ് കപ്പ് പോലും നേടുവാൻ സാധിച്ചില്ല എന്നും സ്വന്തം രാജ്യവും ക്ലബും പോലും ചവിട്ടി പുറത്താക്കി എന്നെല്ലാം പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ മാത്രം ഈ ലോകത്ത് ഇത്രയും ആളുകൾ ആരാധിക്കുന്നതും ഫോളോ ചെയ്യുന്നതും? അതൊരു പക്ഷേ അത്ഭുതമാണോ? അതോ വിമർശകരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ എററോ? വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ ലോകത്തിൻ്റെ പൾസിനെ അയാൾ നിയന്ത്രിക്കുകയാണ്. 900 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുകയാണ്. ഒരുപക്ഷെ പലരും പറയുവാറുണ്ട്, അയാൾ ഈ വേൾഡ് കപ്പ് ഒന്നും നേടിയില്ലെങ്കിലും ഈ വേൾഡിനെ തന്നെ നേടിയവനാണെന്ന്. അതൊരു പക്ഷേ കരച്ചിലായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമാകുകയാണോ? നമുക്കറിയാം അയാളുടെ കരിയറിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഇന്നലെ വരെയും ഇന്നും അയാൾക്കെതിരെ നിൽക്കുന്ന സർക്കംസ്റ്റാൻസ് എന്താണെന്ന് പോലും നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. എന്നാൽ അതിലാരും വ്യാകുലപ്പെടാറില്ല. കാരണം അവരുടെ ആരാധക പുരുഷൻ്റെ എതിരാളിയായി നിൽക്കുന്നവൻ എന്നും അവരുടെ ശത്രു തന്നെയാണ്. റൊണാൾഡോ എന്തായിരുന്നുവെന്ന് അറിയാത്ത ഈ ജനറേഷൻ പോലും അതേ പാത പിന്തുടരുകയാണ്. അയാളുടെ കാലുകളിലേക്ക് പന്ത് വരുമ്പോൾ ഭയന്നിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവരുടെ പിൻതലമുറക്കാരും സഹോദരങ്ങളും ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ ഈ പുതിയ ജനറേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അവിടെ തീരും എല്ലാ വിമർശനങ്ങളും പരിഹാസനങ്ങളും. ഇന്ന് പ്രായം 40ലേക്ക് എത്തി നിൽക്കുന്നു. മുടിയിഴകളിൽ നരവീണ് തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും അടങ്ങാത്ത പ്രഹരശേഷിയുമായി അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് തുടരുന്നുണ്ട്. ഈ ലോകത്തിന് സ്വയം മെസ്സേജ് നൽകുന്നുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. തൻ്റെ ജീവിതം തന്നെ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ മോട്ടിവേഷനായി തുറന്നു വെക്കുന്നുണ്ട്. അതിലെ അക്ഷരങ്ങളിൽ ഒരിക്കൽ പോലും അയാൾ പരാജയപ്പെട്ടവനായിരുന്നില്ല. സ്വന്തം കുടുംബത്തിനും അമ്മയ്ക്കും വേണ്ടി ലോകം വെട്ടിപ്പിടിച്ച നായകൻ്റെ കഥ നിങ്ങൾ സിനിമയിൽ കണ്ടു കാണും. എന്നാൽ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയവൻ്റെ പേരായിരുന്നു ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറി എന്ന്. ഈ ലോകത്തിലെ ചില കൃത്രിമത്വങ്ങൾ അയാൾക്കെതിരെ ആയിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും പകൽ പോലെ അറിയാം. എന്നിട്ടും പലരും അയാളെ വിമർശിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും തരം താഴ്ത്താൻ ശ്രമിച്ചിട്ട് പോലും ഇന്നും റൊണോ എന്ന പേരുണ്ടാക്കുന്ന ഓരോ ഈ ലോകത്തെ നിയന്ത്രിക്കുകയാണ്. ഇത്രയൊക്കെ വിമർശിച്ചിട്ട് പോലും, കുറവുകളുടെ കണക്കുകൾ നിരത്തിയിട്ട് പോലും ഈ ലോകത്ത് അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളുടെ വ്യാപ്തി എന്താണിങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പോലും എത്ര മില്യൺ അയാൾ പിന്നിട്ടിരിക്കുന്നുവെന്ന് എനിക്ക് പോലും ഊഹിക്കാനാകില്ല. നിങ്ങളുടെ ഭാഷയിൽ ഒരു പക്ഷേ അയാൾ അഹങ്കാരിയാകാം. അതുകൊണ്ട് തന്നെ ആ അഹങ്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ആം ദി വേൾഡ്. The man is a storybook all by himself. CR7 reunited.